നൈസാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നേ ഒരു പുതിയൊരു മാർബിൾ വന്നിട്ടുണ്ട്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന മാർബിൾ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു വെറൈറ്റി ഡിസൈൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഗഫൂറുണ്ട്, ജുനൈദുണ്ട്, അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഏകദേശം ഇരുട്ടാറായിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഹായ്, ഗഫൂറുണ്ട്, ജുനൈദ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഏത് മാർബിളാണ് കാണിച്ചെടുക്കാൻ പോകുന്നത്? നമുക്ക് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് വൈറ്റ് ആണെന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം കോളാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഇനി കസ്റ്റമർ നേരിട്ട് വന്നാലൊക്കെ ആദ്യം ചോദിക്കുന്നത് വൈറ്റ് മാർബിൾ ആണ്. അപ്പോൾ വൈറ്റ് മാർബിൾ ആകുമ്പോൾ റേറ്റിന്റെ പ്രശ്നം വരും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. 100 രൂപയുടെ താഴേക്കായിട്ടുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി കുറച്ച് ഫില്ലിങ് ചെറിയ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് ചോദിക്കുമ്പോൾ അടുത്ത ചോദിക്കുന്നത് ലൈറ്റ് കളർ മാർബിൾ. ഓക്കെ. അപ്പോൾ ആ ലൈറ്റ് കളർ മാർബിളാണ് ഇപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ലൈറ്റ് കളർ ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. വിലയും കുറയും, മെയിൻ്റെനൻസും കുറയ്ക്കാൻ പറ്റില്ല. വൈറ്റ് സിമെന്റിന്റെ ആവശ്യമില്ല, സാധാ സിമെന്റ് ചെലവ് കുറയും, വർക്കിനകത്ത് ചെലവ് ഒരുപാട് കുറയും. ഓക്കെ, അപ്പോൾ ആ മാർബിൾ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ കാണുന്ന ആട്ടോ മാർബിൾ, ലൈറ്റ് കളർ ആയിട്ടുള്ള മാർബിൾ, നല്ല രസമുള്ള ഡിസൈൻ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോപ്പ് ഇപ്പൊ ഇവിടെ ടോസ്കാനായിട്ട് തുടങ്ങിയിട്ട് തന്നെ 25 വർഷത്തോളമായി എക്സൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ വിൽക്കുന്ന ഒരു കല്ലാണത്. ഇവിടെ നമ്മള് തുടങ്ങിയിട്ട് 7 വർഷത്തോളായില്ലേ? ഇതിപ്പോഴും ചോദിക്കലുണ്ട്. ജേസന്റെ വീട്ടിൽ ചിലപ്പോ ആസ്പർ ആയിരിക്കും വിരിച്ചിട്ടുള്ളത്. അപ്പൊ അവര് ആദ്യം വന്ന് ചോദിക്കാം ആസ്പർ കല്ലുണ്ടോന്ന് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ അവർ ആ ഫോട്ടോ എടുത്ത് കൊണ്ട് കാണിക്കാം. നമ്മളെ ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നമ്മുടെ ഷോപ്പിൽ ഇവിടെ ഇപ്പൊ രണ്ടാമത് പുതിയ തുടങ്ങിയ ടോസ്കാനിൽ വരെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെയിൽ GT-കളിലും GT ആസ്പർ അല്ലേ? ഏറ്റവും കൂടുതൽ നമുക്ക് എത്ര ലൈറ്റ് കളർ കിട്ടൂല. ഇല്ല. അപ്പൊ പിന്നെ ലൈറ്റ് കളർ ആവശ്യമുള്ളവർക്ക് ഈ കല്ല്, കുറച്ച് ഡാർക്ക് അതുപോലെ ഉറപ്പും കാര്യങ്ങളും നോക്കുന്നവർ GT-ക്ക് മാറും അല്ലേ? GT-ക്ക് മാറും. ഓക്കെ, അപ്പോൾ ആസ്പൂർ കാറ്റഗറിപ്പെട്ട ലൈറ്റ് കളർ മാർബിൾ കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇപ്പൊ ഇത് ഇരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇവർക്ക് പറഞ്ഞെടുത്താൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വൈറ്റിനെ അപേക്ഷിച്ച് ഇങ്ങനത്തെ കല്ലുകളൊക്കെ ആകുമ്പോൾ ഉള്ള ഗുണം എന്താ? വൈറ്റ് മാർബിളിലാകുമ്പോഴേ ഇപ്പൊ എന്തെങ്കിലും അതിൽ ചളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു മുടി വീണ് കിടക്കുന്ന തന്നെ പെട്ടെന്ന് കാണും. എന്തായാലും ഒരു ദിവസം 2 നേരമെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി വരും. ഇതാകുമ്പോൾ മെയിൻ്റെനൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലൈറ്റ് കളർ ആണ് ചെയ്തല്ലേ? ഒരു ദിവസം തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെ. പിന്നെ അതേപോലെ വർക്ക് എടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? പ്രൈമർ അടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ വൈസിമിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ സൈസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഏകദേശം 5.25 അടി നീളമുണ്ട്. അതുപോലെ തന്നെ അതിന് വീതി വരുന്നത് 4 അടി അല്ലേ? ഓക്കെ, 4 അടി വീതിയും വരുന്നുണ്ട് കേട്ടോ. ആ നല്ല ഭംഗിയുള്ള ഒരു ഇപ്പം ഈ കാണുന്ന ഡിസൈനേക്കാൾ ഭംഗിയുണ്ടാവും. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാം. കാരണം ഇതാണ് നമ്മൾ ഫൈനലായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വരും കേട്ടോ. കണ്ടോ നിങ്ങൾ ആ കളർ കോംബോ വരുന്നത്? ഇപ്പം നമ്മളെ നമ്മളെ ചട്ടിപ്പറമ്പിലൊരു വീട് ചെയ്താണ്ടേ ഞാൻ ഒരു മോൾഡിങ് എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള മാർബിൾ ഇതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചില്ലേ? അത് ചോദിച്ചിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ വെച്ച് മാർബിൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ മാർബിൾ കേട്ടോ. അതിനേക്കാൾ ഒന്നും കൂടി ലൈറ്റ് കളറാ അല്ലേ? ഇത് കുറച്ചും കൂടെ ലൈറ്റ് കളറാണ്. ചെറിയ ഡിസൈനാണ് വരുന്നത്. എനിക്ക് ഈ ഒരു കല്ല് മൊത്തം ആ ബ്രൗൺ ഷെയ്ഡ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ ഡിസൈൻ ആയിരുന്നു അവിടെ. അതെ, കുറച്ച് ഡാർക്ക്. ഇത് കുറച്ചും കൂടി ലൈറ്റായി. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് മൊത്തം? 1400 അടുത്ത്. 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ആരോഗ്യം, അതാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനു വേണ്ടി മാത്രമേ നമ്മൾ വീഡിയോ. ഒരാള് ജീവിക്കുമ്പോ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുക, അതല്ലേ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മള് ചെരുപ്പില്ലാതെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കെയർ ചെയ്യുക. അതിനിപ്പോ ഏത് മാർബിൾ ഇട്ടോ, ഈ ഷോറൂമിലുള്ള ഏത് മാർബിൾ എടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഗുണം കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുറഞ്ഞ മാർബിൾ ആണെങ്കിലും ആ ഒരു ഗുണം കിട്ടും അതിന്റെ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്താ പറയുക? ഇപ്പോൾ ഈ വീട്ടിനകത്തൊക്കെ ഇപ്പോൾ പണ്ടത്തെ വീടുകൾക്ക് ഒരു 5 വർഷം 10 വർഷമൊക്കെ മുന്നുള്ള വീടുകളിൽ ടൈൽസ് ആണെങ്കിൽ അന്നൊക്കെ ഉണ്ടായിരുന്ന 1:1 ടൈൽസ് ആയിരുന്നു. പിന്നെ അത് 2:2 ഇപ്പൊ 4:2 അതും കഴിഞ്ഞ് 6:4 ഇനിയിപ്പോ അതിന്റെ ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ വർഷം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴേക്കും ഇതിന്റെ പാഷൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴും ഈ ഒരു മാർബിൾ ഇരിച്ച ആളുകൾക്ക്
അതിനൊരു ഫാഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല ഇതിലിപ്പോ ചെറിയ മാർബിൾ ആണെങ്കിലും ഇപ്പൊ നമ്മൾ വിരിച്ചു വരുമ്പോ ഇതൊരു 4 വെച്ചാൽ ഒരു ഷീറ്റ് എന്നുള്ള ലെവലിൽ ആ ഒരു ഭംഗിയായിരിക്കും. അതെ, 4 വെച്ചാലുള്ള ഡിസൈൻ ആയിരിക്കും വീടിനകത്ത് മൊത്തം വിരിച്ചു തരാം. അത് വേറെ തന്നെ ഒരു ലക്ഷറിയസ് ഫീൽ ആണ് ഏത് മാർബിൾ വിരിച്ചാലും. അപ്പൊ ഇത് ചെറുതാണോ വലുതാണോ എന്നുള്ളത് ഫീൽ ചെയ്യൂല, കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ഈ സ്ലാബിന് അത്യാവശ്യം വലിപ്പമുള്ള സ്ലാബ് കേട്ടോ, 5.4 4 20 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള വലിയ സ്ലാബാണ് ഇത്. അത്യാവശ്യം വലിയ സ്ലാബാണ്. അപ്പൊ നമുക്ക് ഇതിന് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? കസ്റ്റമേഴ്സ് വിളിക്കണല്ലേ, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊരു 78 രൂപ ആയിട്ട് കൊടുക്കാം. 78 രൂപയ്ക്ക് 78 രൂപ. സാധാരണ ഒരു 6.4 പ്രീമിയത്തിന്റെ വില അതിനേക്കാളും കൂടുതലാണ്. 88 90 ആ റേഞ്ചിക്കാണ് വരുന്നത്. അപ്പൊ ടൈൽസിനേക്കാളും വില കുറവെന്ന് പറയാം അല്ലേ? ടൈൽസിനേക്കാളും വില കുറഞ്ഞ മാർബിൾ എന്ന് പറയാം. ടൈൽസ് നമ്മൾ നോക്കുമ്പോഴേ ഇപ്പൊ ടൈൽസിനൊക്കെ വില കുറവ് എന്ന് പറയുമ്പോഴേ നമ്മൾ ചെറിയ ടൈൽസിന്റെ വില കൂട്ടല്ല കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സൈസിനോട് കമ്പയർ ചെയ്യണല്ലോ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ മാർബിൾ ആയിരിക്കും കിട്ടുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ടൈപ്പിലുള്ള ഈ സൈസിലുള്ള ടൈല് വിരിക്കണമെങ്കിൽ ഏകദേശം 35 രൂപ 36 രൂപ വർക്കിന് ചാർജ് കൊടുക്കണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ മാർബിളിന്റെ വർക്കും അത്ര എക്സ്പെൻസ് ആയില്ല, എക്സ്പെൻസ് കുറവാണ്. ഇപ്പൊ ഗമ്മിലൊക്കെ ചെയ്യുമ്പോഴേ അപ്പോക്സി ഇടുന്നത് എക്സ്ട്രാ വരുന്നത് എക്സ്പെൻസ് വരും. ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പറഞ്ഞു കൊടുക്കണം ഇല്ലല്ലോ, കാരണം ഈ കല്ലിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്നതാണ്. വീഡിയോ ഇടുന്നതാണ്, എല്ലാ പ്രാവശ്യം വീഡിയോ ഇടുന്ന ഹോം ടൂർ വീഡിയോസും വർക്ക് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിയല്ലേ, നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.